ഹലോ എവരിവൺ, നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം മധുര റൂട്ടിലുള്ള VPMM കോളേജ് ഓഫ് നഴ്സിംഗിലാണ്. നമുക്കറിയാം കേരളത്തിൽ നിന്ന് വളരെ അടുത്തുള്ളൊരു കോളേജാണ് VPMM കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോളേജിലെ മെജോറിറ്റി സ്റ്റുഡൻസും മലയാളീസ് ആണ്. നമ്മുടെ തമിഴ്നാട്ടിൽ കേരള ഫുഡൊക്കെ ഇത്ര നന്നായിട്ട് കിട്ടുന്ന വേറൊരു കോളേജ് ഇല്ലെന്ന് തന്നെ പറയാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും VPMM കോളേജിലെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എല്ലാവർക്കും VPMM കോളേജ് ഓഫ് നഴ്സിംഗിലേക്ക് സ്വാഗതം. VPM കോളേജിലെ ഫൈനൽ ഇയർ ബേസ് നഴ്സിംഗ് ക്ലാസ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പൊ എത്ര പേരുടെ മലയാളീസ് ഉണ്ട് കൈബന്ധിക്കാവോ? ഇപ്പൊ മോസ്റ്റ്ലി മലയാളീസ് തന്നെയാണല്ലേ. ഓക്കെ, ഇപ്പം നമുക്കറിയാം കേരളത്തിന് വളരെ അടുത്തുള്ളൊരു കോളേജാണ്. പ്രത്യേകിച്ച് കൊല്ലം, ട്രിവാൻഡ്രം, ആലപ്പുഴ, കോട്ടയം പോലുള്ള ജില്ലകളിൽ നിന്ന് വളരെ അടുത്തുള്ളൊരു കോളേജ് ആയതുകൊണ്ട് തന്നെ ക്ലാസ്സിലെ മെജോറിറ്റി മലയാളീസ് ആണ്. എത്ര പേരുണ്ട് ട്രിവാൻഡ്രം ജില്ലയെന്ന് കൈബന്ധിക്കാവോ? തിരുവനന്തപുരം ജില്ല 2 പേര്, കൊല്ലം ജില്ല മെജോറിറ്റിയും കൊല്ലം ജില്ലയാണല്ലേ. ഓക്കെ, ദെൻ ആലപ്പുഴ, ഓക്കെ, ഇത്ര പേര് ആലപ്പുഴ ജില്ലയിലുണ്ട്. കോട്ടയം, ഇടുക്കി, ഇടുക്കി എത്ര പേരുണ്ട് ഇടുക്കി ജില്ല? യെസ്. വേറെ ഏതെങ്കിലും ജില്ലക്കാരുണ്ടോ? പത്തനംതിട്ട, ഓക്കെ, എത്ര പേരുണ്ട്? ഒരാളാണല്ലേ. ഓക്കെ, അപ്പൊ ആർ യു സാറ്റിസ്ഫൈഡ് ദിസ് കോളേജ്? ക്യാമ്പസിനകത്താണ് ഹോസ്റ്റൽ ഉള്ളത്. 4 മെമ്പേഴ്സ് ആണ്. അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. ഞങ്ങൾക്ക് ഫുഡൊക്കെ കേരള റൈസൊക്കെയാണ് ഞങ്ങൾക്ക് തരുന്നത്. അതുപോലെ കറിയെല്ലാം നല്ലതാണ്. മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, അതുകൊണ്ടൊക്കെ സ്നാക്സ്, ചായ അതുപോലെ ഉണ്ട്. ഈവനിങ് അറ്റൻഡൻസ് 5 to 7 അറ്റൻഡൻസ് ഉണ്ട്. അറ്റൻഡൻസ് കഴിഞ്ഞ ഉടനെ 5 to 7 സ്റ്റഡി ടൈം ആണ്. സെക്യൂർ ആണ്, സേഫ്റ്റി ആണ്. പിള്ളേർക്ക് എൻ്റർടൈൻമെൻ്റ് ആയാലും അതും എല്ലാം ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. It will be around 1.5 liter blood volume will increase. So blood volume also will increase, RBC also will increase. If you see the picture, see what is this? എൻ്റെ പേര് ഭവ്യ. ഞാൻ ആലപ്പുഴയിലാണ് പഠിച്ചത്. ചുനക്കര VBHS സ്കൂളിലാണ്. എൻ്റെ പേര് ഗോപിക. എൻ്റെ സ്ഥലം കൊല്ലം. ഞാൻ പഠിച്ചത് മാറ്റാപ്പള്ളി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ നിലമേലാണ് പഠിച്ചത്. എൻ്റെ പേര് സുൽത്താന. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാൻ പഠിച്ചത് SNS സ്കൂളിലാണ്. എൻ്റെ പേര് ഭീമ. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാൻ പഠിച്ചത് വിമല ഹൃദയ ഹയർ സെക്കൻഡറി സ്കൂൾ. എൻ്റെ പേര് പ്രിയങ്ക. ഞാൻ വരുന്നത് കൊല്ലത്തു നിന്നാണ്. എൻ്റെ +2 ഒക്കെ ചിന്മയ വിദ്യാലയ കൊല്ലമായിരുന്നു. എൻ്റെ പേര് സാൻഡ്ര. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഞാൻ പഠിച്ചത് കൊയിലോൺ വെസ്റ്റ് സ്കൂൾ. ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഒക്കെ വരുന്ന ഞങ്ങളുടെ നിയർ ബൈ ഹോസ്പിറ്റൽസ് ആണ്. രാജപാളയം GH-ഉം ശ്രീവല്ലിപുത്തൂർ GH-ലും ആണ്. പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് വരുന്നത് ഒരു വില്ലേജ് ആണ്, കുന്നൂർ. പിന്നെ കോളേജിൽ തന്നെ എല്ലാ ലാബും ഉണ്ട്. ഫണ്ടമെന്റൽ ലാബ്, അനാട്ടമി, OBG, പീഡിയാട്രി, കമ്മ്യൂണിറ്റി എല്ലാ ലാബും ഉണ്ട്. പിന്നെ ലൈബ്രറി ഉണ്ട്. ഞങ്ങൾ +2 കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഈ കോഴ്സ് എടുത്തപ്പം ഇതിനെക്കുറിച്ചൊരു ബേസ് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ആ ഒരു ബേസും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് കോഴ്സിനെ കുറിച്ച് എല്ലാം നോളജ് ഉള്ളത് ഞങ്ങളുടെ ഫാക്കൽറ്റീസ് തന്നെയാണ്. ക്ലാസ് എല്ലാം എടുക്കുന്നത് ഇംഗ്ലീഷിൽ തന്നെയാണ്. പിന്നെ സ്ലൈഡ് ഷെയർ ഒക്കെ ഇട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് പോലും. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. Good afternoon, students. Today we are going to learn the name of the bones. Okay, so Nandana will tell the name of the bone. Nandana, show me the scapula. This is the scapula. Okay, humerus. This is the humerus. Clavicle bone. This is the clavicle bones. Sternum, where the sternum? This is the sternum. Rib bones. This is the rib bones. Rib bones. Okay. Hip bone.
This is the hip bones. This is the innominate bones. This is called the innominate bones, and this place is called ilium. And this place is called ischium. This place is called pubic. Then this is the sacrum, and this place is called coccyx. Acetabulum, where is the acetabulum? This place is acetabulum. Then the humerus bones is joined in this third place.